ഇന്നത്തെ ദിവസം ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. ഭാരതത്തിൻ്റെ വ്യാപാര കരാർ രംഗത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കരാറിനാണ് ഇന്ന് ഒപ്പുവെക്കാൻ പോകുന്നത്. ഭാരതവും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഡൽഹിയിൽ പ്രഖ്യാപിക്കും. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഈ കരാർ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആഗോള വ്യാപാര രംഗത്ത് ഭാരതത്തിൽ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നിർണായക ചുവടുവയ്പ്പാണിത്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് നൽകുന്നു. ശ്രീകാന്ത്, ഏറ്റവും പ്രധാനമായും ഒരുപക്ഷെ ലോകം എന്ന് പറയാൻ പറ്റില്ല, പ്രധാനമായി ഉറ്റുനോക്കുന്ന ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. വളരെ സൈലന്റ് ആയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് താരിഫ് ഭീഷണി, ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കരാർ എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? 20 വർഷത്തിലേറെയായി നടക്കുന്ന ചർച്ചകളാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് അത് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് പോലും. അതായത് ഇതുവരെ ഈ ലോകമാസകലം ഒപ്പിട്ടിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാർ എന്ന് ഇതിനെ വേണമെങ്കിൽ പറയാം. അതിന്റെ ചടങ്ങുകൾ ഇങ്ങനെയാണ്. ഇന്ന് രാവിലെ 11:10 രാജ്ഘട്ടിലെ പുഷ്പാർച്ചനയോടെയാണ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നിലവിലിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉർസുല വോൺ ഡെർ ലെയ്ൻ കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 11:15 സംയുക്ത വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിലായിരിക്കും ഈ പ്രഖ്യാപനം വരാൻ പോകുന്നത്. ചരിത്രപ്രധാനമായ പ്രഖ്യാപനമാണ് എത്താൻ പോകുന്നത്. വൈകുന്നേരം ദ്രൗപദി മുർമുവുമായി രാഷ്ട്രപതി ഭവനിൽ ഒരു കൂടിക്കാഴ്ച കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പാണിത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അങ്ങനെ എന്തിനൊക്കെയാണോ അമേരിക്ക ഈ തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യക്ക് ഇരുട്ടടി നൽകിയത് അതെല്ലാം ഇളവുകളോടെ നിലവിലിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. 45 കോടിയിലധികം വരുന്ന ഉപഭോക്താക്കളെ, അതും പ്രീമിയം ഉപഭോക്താക്കളെ ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെമ്പാടും. സ്വാഭാവികമായും ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന നടപടി തന്നെയാണ്. വികസന കുതിപ്പിന് രാജ്യം തയ്യാറെടുക്കുന്നു.